ഒരു 4 ഇയറിന് മുന്നേ ഉള്ള കാര്യമാണ്. അപ്പോഴേ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണോ ഉള്ളത് ആ സമയത്ത് ടിക്ടോക്ക് ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന സെയിം വീഡിയോസ് തന്നെയാണ്, അതായത് ഫുഡ് കഴിക്കുന്നത്, ആടി പാടുന്നത്, ഇടയ്ക്ക് പുറത്ത് പോകുന്നത്, ഈ വീഡിയോസ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഡ്വർടൈസ്മെന്റിന്റെ സെയിം മെത്തേഡാണ് അവർ ആ സമയത്ത് ടിക്ടോക്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാനിവിടെ അടൂരിലത്തെ ഒലിവിയയിലേക്ക് ഞാൻ അതുപോലെ ഡിസൈനർ വേക്കൻസിയിലായിട്ട് ഒരു ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോയി അവിടെ ജോയിൻ ചെയ്യുന്നത്. അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് അവർ അഡ്വർടൈസ്മെന്റിൽ 10 സാലറി പറഞ്ഞിരുന്നത്. നമ്മൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു 10 ദിവസം അവർക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് സാലറി. 10 ദിവസം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ 10 ദിവസത്തിൽ കൂടുതൽ അവർ അറ്റൻഡൻസ് അവർ അവിടെ എഴുതത്തുള്ളൂ, നമ്മുടെ പേര് അവർ ആഡ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എനിക്ക് ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ ഈ 10 ദിവസം വരെ ഭയങ്കര സ്ട്രിക്റ്റ് കാര്യങ്ങൾ, നമ്മുടെ മുഖത്ത് നോക്കിയ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരുന്നു. നമ്മളവിടെ പെർമനന്റ് ആയ ശേഷമായിട്ടൊക്കെ അറിയുന്നത്. കാരണം എപ്പോഴായിരുന്നാലും ഹോസ്റ്റലിൽ പരസ്പരം പിള്ളേർ തമ്മിൽ വഴക്കാണ്, അടിയാണ്. സാർ അങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എപ്പോഴും വഴക്കായിരുന്നു. ലാസ്റ്റ് ഇങ്ങനെ വഴക്ക് കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ കുറച്ച് പിള്ളേർ ഇതുപോലെ പറഞ്ഞത്. അതായത് പുള്ളിക്കാരൻ വരുന്ന സമയത്ത് നമ്മളിപ്പം നന്നായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പുള്ളിക്കാരന് അയാളുടെ ഫസ്റ്റ് ഫ്ലോറിൽ അയാൾക്ക് ഒരു പേഴ്സണൽ റൂമുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന കുട്ടി ഇന്നതുപോലെ ഇയാളെ പറ്റി പറഞ്ഞു, ഇന്ന കുട്ടി ഇതുപോലെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പരസ്പരം മനസ്സിൽ വഴക്കുണ്ടാക്കി അങ്ങനെ സങ്കടപ്പെടുത്തിയിട്ട് ഇയാൾ മാത്രമാണ് ഇന്ന കുട്ടിയെ പറ്റി ഒന്നും പറയാത്തത്, അവർ ഇന്നതുപോലെ ഇയാളെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി പറഞ്ഞ് പരസ്പരം ഫ്രണ്ട്സിന് തമ്മിൽ അടി ഉണ്ടാക്കും. ഇതായിരുന്നു അപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മളെ സമ്മതിക്കാത്ത കാര്യമാണ്, നമ്മൾ കൂടുതൽ അതിലോട്ട് ഇൻവോൾവ് ആകാൻ പോയിട്ടില്ലായിരുന്നു. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന് ഇതുപോലെ പല പ്രശ്നങ്ങളായി, ഹോസ്റ്റലിൽ പരസ്പരം അടിയായി. പിന്നെ നമ്മളെ ഓരോരുത്തരെ അയാൾ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങും. ഓരോ കുട്ടികളുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫ്, അവരുടെ വീട്ടിലെ സാഹചര്യം, അവർക്ക് ലവേഴ്സ് ഉണ്ടോ, അവരെന്തെങ്കിലും റിലേഷൻഷിപ്പിലാണോ, അവർക്ക് അച്ഛനമ്മയൊക്കെ ഉള്ളതാണോ, അല്ലെങ്കിൽ മാരീഡ് ആണോ, അൺമാരീഡ് ആണോ, ഡിവോഴ്സ്ഡ് ആണോ, കുട്ടികളുള്ളവരാണോ, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇയാൾ പതുക്കെ ഓരോരുത്തരെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് വെച്ചിട്ട് അയാൾ അവരോട് പെരുമാറാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെയാണ് അയാൾ പൊക്കിക്കൊണ്ടിരുന്നത്. ഇതിനെക്കാട്ടിയും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഹോസ്റ്റലിൽ ആ ഒരു സമയത്ത് ഹോസ്റ്റലിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും കല്ലേറ്, വിയറിന്റെ കുപ്പിയേറി ഇതൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റ് നമ്മൾ പൊതുവെ ഉറങ്ങുന്ന ഒരു ടൈം കഴിയുമ്പം കല്ലെറിയും, വിയറിന്റെ കുപ്പിയെറിഞ്ഞ് നമ്മളെ ഒരുമാതിരി പേടിപ്പെടുത്തുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ സിബി എന്ന് പറയുന്ന അയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയുക ഒരു ഭാഗം ചെയ്യത്തില്ല. നമ്മൾ ആ ഒരു സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഫോൺ എടുക്കത്തില്ല. പിറ്റേ ദിവസം ഇതുപോലെ ഇഷ്യൂ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മുഖേനയാണ് അവർ ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ അതിട്ട് തരും. ലാസ്റ്റ് ഇങ്ങനെ ഇഷ്യൂസ് നടക്കുമ്പോൾ നമ്മുടെ അടൂരുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി അവിടുന്ന് പോലീസുകാർ ജീപ്പിൽ വന്ന് നമ്മൾ ഉറങ്ങും വരെ അവർ താഴെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ 4-5 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നടന്നില്ല. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ലാസ്റ്റ് ആയിട്ട് നടന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ. നമ്മൾ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് ഇതുപോലെ ചൂട് സമയമായതുകൊണ്ട് റൂമിൽ ജനൽ തുറന്നിട്ടിരുന്നു. ആ കുട്ടി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക ഇതുപോലെ, അതായത് നമ്മളത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അവിടുത്തെ ഷെയ്ഡിൽ നിന്ന് ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജനലിൽ, അതായത് ജനലിന്റെ അടുത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. ചേച്ചി കിടന്ന് വിളിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ പോയി നോക്കിയപ്പോൾ ഇയാൾ പെട്ടെന്ന് മതിൽ ചാടി വണ്ടിയിൽ ഇങ്ങനെ കയറി പോവുകയൊക്കെ ചെയ്ത്. അത് ഭയങ്കര പേടിയായി. നമ്മളന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ പല ഇൻസിഡന്റും കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഇതിനെ ഒലിവായിട്ട് ഒരു ബന്ധമില്ല, നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം അതുവരെ നമുക്ക് ഇതുപോലെ കല്ലേറും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായ സമയത്ത് അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ ഭയങ്കര പേടിയായിരുന്നു. സത്യം നമുക്ക് ഹോസ്റ്റലിൽ പോകാൻ പോലും പേടിയായിരുന്നു. അതിനുശേഷം അങ്ങനെ ആവശ്യം ഉണ്ടായ സമയത്ത് പുള്ളിക്കാരൻ്റെ നമ്മൾ ഇൻഫോം ചെയ്യുമ്പോൾ പറഞ്ഞത് ഇതുപോലെ ഇതിൽ ഒലിവായിട്ട് ഒരു ബന്ധമില്ല, നിങ്ങൾ പോലീസ് കേസ് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം, ഇതിൽ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറിയാൻ തുടങ്ങിയതും. അതിനുശേഷമാണ് ഇതുപോലെ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് റിലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് പുള്ളിക്കാരൻ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെന്നൊക്കെ. പക്ഷെ ഇന്നും അതിനൊരു ഉറപ്പ് പറയുന്നില്ല. പക്ഷേ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ തന്നെ പറയുന്നുണ്ട് 2 മാസം 3 മാസം വരെ കുട്ടികളെ നിൽക്കുന്നുള്ളൂ, ആരും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ വന്ന് 2-3 കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം പുതിയ കുട്ടികളാണോ, നേരത്തെ ഉള്ളവരൊന്നും വന്നിട്ടില്ലല്ലോ, അവർ മാസത്തിൽ എല്ലാ മാസം പർച്ചേസിന് വരുന്നതാണ്, ഓരോ മാസം വരുമ്പോൾ പുതിയ കുട്ടികളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യവും ഇയാൾ സാലറി ആരും നിൽക്കുന്നില്ല എന്നൊക്കെ വരുന്ന സമയത്ത് ഇയാൾ തന്നെ മനഃപൂർവ്വം ആളുകളെ വിട്ട് ഇങ്ങനെ നമ്മളെ പേടിപ്പെടുത്തുമ്പോൾ കുറേ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് മാറിപ്പോകും. പിന്നെ 2-3 ദിവസം അവർ വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഇത്രയും ലോങ് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ജോബ് അങ്ങ് നിർത്തും. അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെയ്യുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലാസ്റ്റ് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഡൗട്ട് വന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ആരെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതും നമ്മളെ ജോലി നിർത്താനും ഹോസ്റ്റലിൽ നിന്ന് പോകാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഡൗട്ട് നമ്മൾ തന്നെ വന്നായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇതുപോലെ ഒഫീഷ്യലാണോ ക്ലോസ് ആയിട്ട് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് കയ്യിൽ കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, ആ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുന്നേ അവിടെ അക്കൗണ്ടിങ്ങിന് നിന്ന് ഒരു ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. മീൻസ് ജോബ് നിർത്തി പോയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞാൻ നിർത്തോളാം, എനിക്കെന്തോ ഓക്കെ ആകുന്നില്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകും എന്നൊക്കെ നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ അവിടെ വരുന്ന എല്ലാവരും അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു രീതിക്ക് മാത്രം എടുത്തിട്ടുള്ളായിരുന്നു. പക്ഷേ ചേച്ചി ജോബ് നിർത്തുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ സാർ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പം മേളിലത്തെ റൂമിലോട്ട് വരാൻ വേണ്ടി വിളിച്ചിട്ട് ചേച്ചി മേളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ചേച്ചി കരഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇയാൾക്കൊരു സ്വഭാവമുണ്ട്, പരസ്പരം ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ഓരോന്നിങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി കാര്യം അയാളിൽ നിന്നുണ്ടായത്. അപ്പോൾ അതൊക്കെ ആയപ്പോൾ നമുക്ക് കൺഫേം ആയി ഇയാൾ തന്നെയാണ് അവിടെ കുട്ടികൾ ഒരുപാട് ദിവസം നിൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ പരസ്പരം അടിയുണ്ടാക്കിയും ഹോസ്റ്റലിൽ
പ്രോബ്ലംസ് ഉണ്ടാക്കിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കി അവിടുന്ന് കുട്ടികളെ മാറ്റി കൊണ്ടുവന്നു. കാരണം ഒരു കുറച്ച് ഒരു കുട്ടികൾക്ക് സ്ട്രിക്റ്റ് ആയി വന്നിട്ട് അയാളുടെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇയാൾ സംസാരിക്കും. ഇയാൾ സംസാരിച്ച് ഇയാൾ സോഫ്റ്റ് ആവുന്ന അനുസരിച്ച് അവർ ഇയാളായിട്ട് ക്ലോസ് ആവും. ഏകദേശം ക്ലോസ് ആവും എന്നുള്ള അറിയുമ്പോൾ ഇയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കും. ആ സമയത്ത് കുട്ടികൾ റിയാക്ട് ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസം നിൽക്കെ ആ കുട്ടികൾ ജോബ് ഇതുപോലെ എന്തോ ബാലൻസ് സാലറി പോലും വാങ്ങത്തില്ല, അല്ലാണ്ട് തന്നെ അവിടെ നിന്ന് പോകും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 4 ഇയറിന് മുന്നേ ഉള്ള കാര്യമാണ്. ഇപ്പോഴാണ് അവിടെ ഇപ്പം പറഞ്ഞ പോലെ ഒരു വലിയ ഓൺലൈൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഈ ഒരു കാര്യം, അതായത് ഇയാൾക്ക് ഇന്നതുപോലെ കാര്യങ്ങളുണ്ടെന്നും ഇന്ന ഇഷ്യൂസ് ഉണ്ടെന്നും ആ നാട്ടിലുള്ള പലവർക്കും അറിയാം. അവിടെ നേരത്തെ ജോബ് ചെയ്തുകൊണ്ടിരുന്ന തയ്യൽ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കായിരുന്നാലും എല്ലാവർക്കും അറിയാം ഇതുപോലെ ഒരു പ്രോബ്ലം ആണെന്ന്. കാരണം ഞാൻ ജോലിക്ക് പോയി നമ്മളവിടെ മീൻസ് അവിടെ നമ്മളിങ്ങനെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് പുറത്തൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മീൻസ് ഈ അടൂർ അയാൾ എപ്പോഴും പറയുന്നുണ്ട്, ഈ അടൂരുള്ള എൻ്റെ നാട്ടിലുള്ള നാട്ടുകാർക്ക് ഇല്ലാത്ത സങ്കടമാണ് മറ്റുള്ളവർക്കെന്നൊക്കെ. ഈ നാട്ടിലുള്ളവർക്ക് തന്നെയാണ് പുറമേ കുട്ടികൾ വരുമ്പോൾ മക്കൾ ഇവിടെ ചോദിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് തിരക്കിട്ടാണോ ഇവിടെ വന്നേനൊക്കെ ചോദിക്കുന്നത്. ഇയാൾക്ക് നാട്ടിൽ നന്നായിട്ട് അത്യാവശ്യത്തിൽ കൂടുതൽ പേരുദോഷം കാര്യങ്ങളുണ്ടെന്ന് ഈ പുള്ളിക്കാരന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാൾ അവിടെ തന്നെ വരുമ്പം പറയുന്നുണ്ട്, ഇവിടെ ജോബിന് വന്നതിനെ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല. പിന്നെ അടൂരായിട്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഒരു കടകളിലോ ഇവിടെയുള്ള ആരുമായിട്ട് ഒരു ബന്ധപ്പെടാൻ പാടില്ല. ഇടുക്കിയിൽ നിന്ന് സൈതം കുട്ടികൾ ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടെ ഹോസ്റ്റലിൽ വന്ന് നിന്നിട്ടുണ്ട്. അവർ വന്ന് 2-3 ദിവസം കഴിയുമ്പോൾ ഇയാൾ പറഞ്ഞു വിടും. എന്താണ് ഇഷ്യൂ, എന്താണ് കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞത് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്തുള്ളതാണ്. പിന്നെ ഇതിന് മുന്നേ എന്താണ് ഇതിന് ശേഷം എന്തായിരുന്നു എന്ന് അറിയത്തില്ല. ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു 8 പേര്, നമ്മൾ 8 പേരിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ നേരിട്ട കുറെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതിപ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് പറയാം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോബ് നിർത്തിയിട്ട് പോയില്ല എന്നുള്ളതൊക്കെ. നമ്മളിപ്പോൾ ഇയാൾ പറയുന്നു ഇതുപോലെ ഒഫീഷ്യൽ വേണോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് വേണോ, ഓക്കെ ഒഫീഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആണ്, പറയുന്നതെല്ലാം ഓക്കെയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നമ്മുടെ കയ്യിൽ കുറേ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ വരും. അതായത് ഇയാൾക്ക് നമ്മൾ അവർ പ്രൊവൈഡ് ചെയ്ത ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇന്നിരുന്ന് പെട്ടെന്ന് നമുക്ക് അവിടെ ചെന്ന് സാധനങ്ങൾ എടുത്തിട്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എപ്പോഴും ഈവനിങ് ടൈമിലാണ് നടക്കാറുള്ളത്. കാരണം ഒരു 6 മണിക്ക് ശേഷം ആണ് ഇയാൾ വന്നിട്ട് ഇയാളുടെ പേഴ്സണൽ റൂമിൽ പോവുകയും ഓരോ കുട്ടികളെ അടുത്ത് വിളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തിരിച്ചിപ്പോൾ ഓക്കെ നമുക്കൊരു ഇതായിട്ട് തോന്നിയില്ല, നമുക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്രയും നൈറ്റ് ആകുമ്പോൾ നമുക്ക് അവിടുത്തെ ബസ് സൗകര്യമില്ല. നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഈ അടൂർ ഇവരെ ഷോപ്പിൽ നിന്നും കുറച്ച് നടന്നു പോകത്തക്ക ദൂരേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു 8-8:30-9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ആൾ സഞ്ചാരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ബാഗ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ജോബിന് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നതല്ല. അതെല്ലാം പോയിട്ട് സാലറി. ഇതിൽ തന്നെ പല കുട്ടികൾ ഇടുക്കിയിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെ വന്ന ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഇതാണോ റീസൺ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ഇതും റീസൺ ആയിട്ട് ഇങ്ങനെ റീസൺ മുൻ ബന്ധത്തിനില്ല അവരുടെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അത് റിലേറ്റ് ചെയ്ത് അയാൾ സംസാരിച്ച ശേഷം ഇതുപോലെ മോശപ്പെട്ട ഒരു അനുഭവം വരുമ്പോൾ അവർ സാലറി പോലും വാങ്ങാണ്ട് അവരുടെ ഫ്രണ്ട്സിനെയും അവരുടെ റിലേറ്റീവ്സിനെയും വിളിച്ച് രാവിലെ തന്നെ, അതായത് നേരം വെളുക്കും മുന്നേ തന്നെ പോയിട്ടുള്ള കാര്യങ്ങൾ സഹിതം ഞാൻ ഇന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഒരുവിധം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം പറയുന്നുണ്ട് അവർ ഈ നിറത്തിന്റെ പേരിലും മീൻസ് ജാതിയുടെ പേരിലും ഒക്കെയാണ് എടുക്കുന്നത്. ഹിന്ദുസിൽ ഈഴവ എന്ന കാറ്റഗറിയിലുള്ളവരെ ഒലിവിയക്കാരെ എടുക്കത്തില്ല. കാരണം ഹിന്ദുസിൽ ഈഴവർക്കും പിന്നെ മുസ്ലിംസിനും ഒലിവിയയിൽ ജോബ് കൊടുക്കത്തില്ല. അത് മുസ്ലിംസിന്റെ കാര്യം എനിക്ക് എന്തെന്ന് അറിയത്തില്ല. ഈഴവരുടെ ആ ഒരു കാറ്റഗറി വരുന്നത് അവർ എപ്പോഴും ഈഴവ കാറ്റഗറിയിലുള്ള ഹിന്ദുസ് അവിടെ ജോലിക്ക് വന്നിട്ട് ആ കുട്ടികളെല്ലാം ഒലിവിയയ്ക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒലിവിയെ തകർക്കാനുമാണ് നോക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ മുസ്ലിംസിന് ഓൾറെഡി അവർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ലാസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് മനസ്സിലായാലാണ് മുസ്ലിംസിന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോദിക്കാനും പറയാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരും. അത് ഭയന്നിട്ടായിരിക്കാം ഒരു പക്ഷേ ഇയാൾ മുസ്ലിംസ് കുട്ടികൾക്ക് കൊടുക്കാത്തത്. അതുപോലെ തന്നെ ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൊല്ലത്തുനിന്ന് എറണാകുളത്തുനിന്ന് ഒരു കുട്ടി മോളിൽ എന്തോ നിന്നെ ഒരു കുട്ടി കുറച്ച് ഒരു കറുത്ത നിറമുള്ള കൊച്ചാണ്. ആ കൊച്ചു വന്നപ്പം കൊച്ചിനെ 2 ദിവസം നിർത്തി ട്രെയിനിങ് എന്ന് പറഞ്ഞ് 10 ദിവസത്തേക്ക് നിന്നോളാൻ പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞതാണ് ഇതുപോലെ ആ കുട്ടി എങ്ങനെയുണ്ട്, അവർ ചെയ്യുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കുട്ടിയെ പറഞ്ഞു വിടും, കാരണം ആ കുട്ടിക്ക് നിറമില്ല എന്ന രീതിയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇപ്പോഴും ഒലിവിയയിലെ കുട്ടികൾ നേരിട്ടതിനെക്കാട്ടിയും ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളാണ് ഇതിന് മുന്നേ ഉള്ള കുട്ടികൾ നേരിട്ടുകൊണ്ടിരുന്നത്. കാരണം അവരാരെങ്കിലും പുറത്ത് വരുവാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിയും വലിയ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇപ്പോഴുള്ള ഒലിവിയയിൽ നിയന്ത്രിക്കാൻ ഈ അച്ചു എന്ന് പറയുന്ന സിബിയുടെ ഭാര്യയുണ്ട്. പക്ഷേ നേരത്തെ ഒലിവിയയിൽ ഈ സിബി എന്ന് പറയുന്ന അയാളാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഈ അച്ചുവിന് മാവേലിക്കര എന്ന കടയിൽ അവിടുത്തെ ആ ഷോപ്പിലെ കാര്യങ്ങളാണ് ഇയാൾ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് ഇയാൾ ഈ ഒലിവിയയുടെ അടൂരത്തെ ഷോപ്പാണ് ആ സമയത്ത് നടത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് ഇയാൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇയാൾ മാത്രം ഒരു സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ടിരുന്നോ ആ ഒരു സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കാം, അതിൽ പരമാവധി കൂടിയ പ്രോബ്ലംസ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പല മോശപ്പെട്ട അനുഭവം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇതുപോലെ ഒരു കുട്ടികളും 2-3 മാസത്തിന് ശേഷം 6 മാസം വരെയൊക്കെ നിൽക്കുന്നുള്ളൂ, 1 വർഷം പോലും ആരും തികച്ച് നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നതും അതുകൊണ്ടായിരിക്കാം. പിന്നെ വേറൊരു കാര്യമാണ് ഇതുപോലെ കുട്ടികളെ സാലറി ബാലൻസ് ചോദിച്ചിട്ട് വരുമ്പോൾ അടിക്കും എന്നൊക്കെ ഉള്ളത്. അതും ഞാൻ ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ ആണ്